ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ റവ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊന്ന് റവ വെച്ചിട്ട് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. നല്ല ടേസ്റ്റ് ആട്ടോ അങ്ങനെ ഉണ്ടാക്കിയാൽ. അപ്പോൾ അതിന് ചിക്കനും വലിയ ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതുക്കിയത്, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, മല്ലിയില ഒക്കെ, കറിവേപ്പിൻ്റെ ഇല, പിന്നെ മസാലയായിട്ട് മസാലപ്പൊടികൾ, മല്ലിപ്പൊടി, ഗരം മസാല, ബിരിയാണി മസാല, പിന്നെ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇത്രയും ഐറ്റം വെച്ചിട്ട് നമുക്ക് അത് തയ്യാറാക്കി എടുത്ത് നോക്കാം കേട്ടോ. അതിന് ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ചട്ടി ചൂടായതിന് ശേഷം അരിഞ്ഞു വെച്ച വലിയ ഉള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ. വലിയ ഉള്ളി നന്നായി വാട്ടിയെടുക്കുക. കുറച്ച് ഉപ്പിട്ടിട്ട് വാട്ടിയെടുക്കുക കേട്ടോ. നന്നായി വാടി വരുമ്പോൾ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഒരു വലിയ തക്കാളിയാണ് കേട്ടോ എടുത്ത്. നന്നായി വഴറ്റി എടുത്തതിന് ശേഷം പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കേട്ടോ, ഇത് പേസ്റ്റാക്കി വെച്ച് നമ്മൾ അതിലിട്ട് കൊടുത്തു. എന്നിട്ട് അത് നന്നായിട്ട് മൂപ്പിക്കുക. സാധാരണ നമ്മൾ ബിരിയാണി വെക്കുന്ന പോലെ എല്ലാ സ്റ്റെപ്പും തന്നെ. എന്നിട്ട് നല്ല ടേസ്റ്റ് അങ്ങനെ വെച്ചാൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ട്. അതിലേക്ക് പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, ബിരിയാണി മസാല, ഗരം മസാല ഒക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് മൂപ്പിക്കുക കേട്ടോ. ഇനി ചിക്കൻ നമ്മൾ കഴുകി വെച്ചത് അതതിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലായിടത്തും ആ മസാല ആവുന്ന വിധത്തിൽ ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മളിതിൽ വെള്ളം ഒഴിക്കണില്ല. വേണമെങ്കിൽ കുറച്ച് വെള്ളം ഇങ്ങനെ ഒരു അര ഗ്ലാസ്സൊക്കെ ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിക്കാതെ ആവിയിലാണ് കേട്ടോ വേവിച്ചെടുത്ത്. ഒരു കറിവേപ്പിൻ്റെ ഇല അതിലിട്ട് കൊടുക്കാം കേട്ടോ ആവശ്യത്തിന്. പിന്നെ അത് ഇങ്ങനെ നന്നായിട്ട് മസാല എല്ലായിടത്തും ആക്കിയതിന് ശേഷമാണ് നമ്മൾ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. വേവിക്കുമ്പോൾ ഇങ്ങനെ ഉള്ളിൽ നിന്ന് എണ്ണയൊക്കെ ഇങ്ങനെ ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ വെള്ളവും ഒക്കെ ഇങ്ങനെ ഇതായി ഇങ്ങനെ പരുവത്തിലായി കിട്ടും. അതിന് ശേഷം ഒരു ചട്ടി വെച്ചിട്ട് നമ്മൾ വെന്ത് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ ഒരു ചട്ടി വെച്ചിട്ട് കുറച്ച് മുന്തിരി, അണ്ടിപ്പരിപ്പും വലിയ ഉള്ളിയൊക്കെ നമ്മൾ അതിൻ്റെ മുകളിൽ ഇടാനുള്ളതാണ് കേട്ടോ. ഇതൊക്കെ ഒന്ന് വാട്ടിയെടുക്കുക. ആ നെയ്യാണ് കേട്ടോ ഞാനെടുത്ത്. എന്നിട്ട് ആ നെയ്യിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചു. പിന്നെ എന്നിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്കാണ് റവ തട്ടി കൊടുക്കുന്നത്. മഞ്ഞൾ ഇടാതെയും കുറച്ച് റവ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് വേവിച്ച്. ഇത് മഞ്ഞളിട്ടത് മാത്രമേ കാട്ടിയിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് അതിൽ ഉപ്പിട്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് സാധാരണ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉപ്പിട്ടിട്ട് വേവിച്ചെടുക്കുക. ഇതിൻ്റെ മുകളിൽ നമ്മൾ മഞ്ഞളിടാതെ വേവിച്ച് വെച്ച കുറച്ച് റവ ഇട്ട് കൊടുക്കുകയാണ്. അതിൽ മസാല പിടിച്ചോളൂ കേട്ടോ. മഞ്ഞ നിറമൊക്കെ പിടിക്കും. പിന്നെ അതിൻ്റെ മുകളിലാണ് ഞാൻ മഞ്ഞളിട്ട് വേവിച്ച് വെച്ചത് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഒരു 5 മിനിറ്റ് നന്നായിട്ട് പ്രസ് ചെയ്ത് ഒന്ന് 5 മിനിറ്റ് വേവിച്ചെടുക്കുക കേട്ടോ. ചെറുതീയിൽ ഒന്ന് അടച്ച് വെച്ച് ദം ചെയ്തെടുക്കുക. ശരിക്കും ബിരിയാണി ദം ചെയ്യുന്ന മാതിരി മുകളിൽ നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ്, മുന്തിരി ഒക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ്. പിന്നെ ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം. റവ ഇഷ്ടമല്ലാത്തവർക്കൊക്കെ ഇത് എന്തായാലും ഇഷ്ടമാവും എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.